ഇറാന് ശക്തമായ മുന്നറിയിപ്പുമായി ഇസ്രയേൽ. താക്കീതുമായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പോസ്റ്റ്. ഒറ്റയടിക്കില്ലാതാക്കും. നിരപരാധികളെ കൊന്നൊടുക്കിയ ഇറാൻ കനത്ത വില നൽകേണ്ടി വരും. അധികം വൈകാതെ ഇറാൻ അതനുഭവിക്കും. ഇത് മോക്ഷത്തിലേക്കുള്ള യുദ്ധമാണ്. ഇതിൽ ഇസ്രയേൽ വിജയിക്കുക തന്നെ ചെയ്യുമെന്നും നെതന്യാഹു പറഞ്ഞു. വിവരങ്ങളുമായി ഐസൻ ജോസഫും ചേരുന്നു. ഐസൻ, ഇറാന് ഇത്രമേൽ വലിയൊരു താക്കീത് പ്രധാനമന്ത്രി നേരിട്ട് നൽകുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും. ഒറ്റയടിക്കില്ലാതാക്കും എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പിൻ്റെ അങ്ങേയറ്റം അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, മുന്നറിയിപ്പിൻ്റെ ഏറ്റവും രൂക്ഷമായൊരു ഭാവം തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പോസ്റ്റിൽ നേളിക്കുന്നത് എന്നതൊരു വസ്തുത തന്നെയാണ്. അതിന് കാരണവും വളരെ കൃത്യമായി അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് സാധാരണക്കാരായ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കിയ ഇറാൻ വിവരമറിയും എന്ന നിലപാട് തന്നെയാണ്. അല്ലെങ്കിൽ അതിനുള്ള മറുപടി ലഭിക്കും, കർശന നടപടികളുണ്ടാകുമെന്ന്, വിട്ടുവീഴ്ചയില്ലാത്ത നീക്കങ്ങൾ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നേരത്തെ ഇതുവരെ നടത്തിയത്, അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, അദ്ദേഹം അഭിസംബോധന ചെയ്തതും ആക്രമണത്തിന് ശേഷം നിലപാടുകൾ അറിയിച്ച സമയത്തുമൊന്നും ഇത്രയും രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ച ഒരു ചരിത്രമില്ല. മോക്ഷത്തിലേക്കുള്ള വഴി എന്ന രീതിയിലൊക്കെയുള്ള ചില പരാമർശങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നതാണ് ഏറെ ഗൗരവമേറിയ ഒരു വിഷയമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. മാത്രമല്ല, ശക്തമായ ഒരു ആക്രമണം ഇസ്രായേൽ പല ഇറാൻ്റെ മേഖലകളിലും ഇന്ന് നടത്തുകയും ചെയ്തിരുന്നു. ഇറാനെതിരെ അതിശക്തമായ ആക്രമണം ഇനിയും തുടരുമെന്ന നിലപാടിൽ തന്നെയാണ്, വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ തുടരുകയും ചെയ്യുന്നത്. അതേസമയം ഇറാൻ്റെ തിരിച്ചടിയും പലയിടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഇറാൻ്റെ ആക്രമണം സ്വാഭാവികമായും ഉണ്ടാകുന്നുണ്ട്. ഈ ആക്രമണങ്ങൾക്കെതിരെയാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷേ കഴിഞ്ഞ ദിവസം നേരം വെളുത്തപ്പോൾ തന്നെ ഇത്തരത്തിലുള്ളൊരു വാർത്ത, അതായത് ശക്തമായ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടന്നു എന്ന ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകുന്ന അതുപോലുള്ളൊരു വാർത്ത ഒരുപക്ഷേ നാളെ രാവിലെയും പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ആക്രമണം ശക്തമാക്കുകയും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുക തന്നെയാണ് ചെയ്യുന്നത്. കൃഷ്ണരാജ്, ഐസൻ, ഈ അമേരിക്കയുടെ നിലപാട് ഇപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നുണ്ടല്ലോ. അല്പം മുമ്പ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ച വാർത്തകൾ പുറത്തു വന്നിരുന്നു. തീർച്ചയായും ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം, നേരത്തെ ഉണ്ടായ പ്രതികരണം, അതായത് ഇറാൻ്റെ ഒരു ഭീഷണി ഡൊണാൾഡ് ട്രംപിനെതിരെ അല്ലെങ്കിൽ അമേരിക്കയ്ക്കെതിരെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അമേരിക്കയ്ക്കെതിരെ ഉണ്ടായ ഭീഷണി എന്ന് പറയുന്നത് ഈ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാനുള്ളൊരു നീക്കമാണ് അമേരിക്ക നടത്തുന്നതെങ്കിൽ അമേരിക്കയുടെ മെഡിറ്ററേനിയനിലും മറ്റുമുള്ള സൈനിക സംവിധാനങ്ങളെ ആക്രമിക്കുമെന്നൊരു നിലപാടാണ് അറിയിച്ചത്. ഇത്തരം നീക്കങ്ങൾ നടത്തിയാൽ അതിന് മറുപടി നൽകും, കൃത്യമായ മറുപടി അതിന് ലഭിക്കുകയും ചെയ്യുമെന്ന് വളരെ കൃത്യമായി തന്നെ ട്രംപ് തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഇത്തരമൊരു നീക്കം ഉണ്ടാകുകയാണെങ്കിൽ അത്തരം നീക്കങ്ങളെ ചെറുക്കുമെന്ന് ഇറാൻ പറയുന്നതിന് മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ ഒരു ആവശ്യം, സൈനികമായ പിന്തുണ അനിവാര്യമാണ് എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിലൊരു സൈനിക നടപടിക്ക് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ഇറാനെതിരായ സൈനിക നടപടിക്ക് തങ്ങളില്ല എന്ന നിലപാടും, അതേസമയം തന്നെ സമാധാന ചർച്ചകൾക്ക് അല്ലെങ്കിൽ ഈ നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന നിലപാടുമാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. ആ മേഖലയിലെ ഒരു ശാശ്വത സമാധാനത്തിലേക്കുള്ള നീക്കങ്ങൾ മാത്രമേ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകൂ എന്നാണ് ഇസ്രായേലിനോട് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. കൃഷ്ണരാജ്, ഇറാന് കടുത്ത താക്കീതുമായി ഇസ്രയേൽ രംഗത്ത് വരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഒറ്റയടിക്ക് ഇല്ലാതാക്കും ഇറാനെ എന്നാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.